കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയ നിറഞ്ഞവരെ, നിയമാവർത്തനം 7-ാം അധ്യായം 15-ാം വാക്യം നമ്മൾ പ്രകാരം വായിക്കും. കർത്താവ് നിങ്ങളിൽ നിന്ന് എല്ലാ രോഗങ്ങളും മാറ്റിക്കളയും. ഈജിപ്തിൽ വെച്ച് നിങ്ങൾ കണ്ടിട്ടുള്ള ദുർവ്യാധികളിലൊന്നും നിങ്ങളുടെ മേൽ അവിടുന്ന് വരുത്തുകയില്ല. പ്രിയ നിറഞ്ഞവരെ, ഈ തിരുവചന ഭാഗം ദിവ്യകാനീശയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഉള്ളിൽ ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളിൽ നിന്ന് എല്ലാ രോഗങ്ങളും മാറ്റിക്കളയും. നമ്മുടെ ജീവിതത്തിലെ ശാരീരിക, മാനസിക, ആത്മീയമായ എല്ലാ രോഗങ്ങളും മാറ്റുവാൻ കഴിവുള്ളവൻ ഈശോ മാത്രമാണ്. പ്രിയ നിറഞ്ഞവരെ, അവിടുത്തെ വചനമായ അവിടുത്തെ ധ്യാനിക്കുമ്പോൾ, നമ്മുടെ ഉള്ളിൽ ഉരുവിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിന് ശാരീരികമായ രോഗങ്ങളിൽ നിന്നും, മാനസികമായ അസ്വസ്ഥതകളിൽ നിന്നും, ആത്മാവിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും പരിപൂർണമായൊരു വിടുതൽ, ഒരു സമഗ്ര സൗഖ്യം നമുക്ക് നൽകും. മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ഏത് നിമിഷവും ഒരു രോഗത്തിൻ്റെ പാതയിലൂടെ കടന്നു പോകുന്നവനാണ്. എപ്പോഴും സൗഖ്യം അന്വേഷിച്ചുള്ള യാത്രയാണ് മനുഷ്യൻ്റെ ജീവിത യാത്ര തന്നെ. അതൊരു അസ്തിത്വത്തിൻ്റെ യാത്രയാണ്, അസ്തിത്വത്തിൻ്റെ അന്വേഷണമാണ്. ഒരു പൂർണ്ണമായ സൗഖ്യം, സമഗ്രമായ സൗഖ്യം നൽകാൻ കഴിവുള്ളത് ദിവ്യകാനീശോയ്ക്ക് മാത്രമാണ്. പ്രിയ നിറഞ്ഞവരെ, ആ ദിവ്യകാനീശോയുടെ മുമ്പിൽ അവിടുത്തെ വചനത്തെ നമ്മൾ ധ്യാനിച്ച് ഉരുവിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് വലിയ ശക്തിയായി, കൃപയായി, അനുഗ്രഹമായി, സൗഖ്യമായി, അത്ഭുതമായി നമ്മിൽ നിറയുന്നു. ഈ തിരുവചനം നമുക്ക് ചൊല്ലി ഉരുവിട്ട് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളിൽ നിന്ന് എല്ലാ രോഗങ്ങളും മാറ്റിക്കളയും. എന്തുമാത്രം നിങ്ങൾ ഈ വചനം നിങ്ങളോട് തന്നെ ആവർത്തിച്ച് ഉരുവിടുന്നുവോ അത്രമാത്രം നമ്മിലൊരു പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക്, ബുദ്ധിയിലേക്ക്, ആത്മാവിലേക്ക് അത് നിറയുമ്പോൾ സംഭവിക്കുന്ന മാറ്റം, എല്ലാ രോഗങ്ങളും മാറ്റിക്കളയുമെന്ന് പറഞ്ഞിട്ട് വചനം നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്. 15-ാം വാക്യം, ഈജിപ്തിൽ വെച്ച് നിങ്ങൾ കണ്ടിട്ടുള്ള ദുർവ്യാധികളിൽ ഒന്നും നിങ്ങളുടെ മേൽ അവിടുന്ന് വരുത്തുകയില്ല. കർത്താവിൻ്റെ ഒരു വാഗ്ദാനമാണത്. ഒരു ദുർവ്യാധിയും വരുത്തുകയില്ല. അവിടുത്തെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, വചനത്തെ ധ്യാനിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിൻ്റെ ആ ദിനത്തെ നീ മുന്നോട്ട് നയിക്കുമ്പോൾ ഒരു ദുർവ്യാധികളും നിന്റെ ജീവിതത്തെ ബാധിക്കുകയില്ല. നിന്റെ ജീവിതത്തെ മുഴുവൻ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു സംരക്ഷണം, കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയുടെ സംരക്ഷണം നിന്റെ ജീവിതത്തെ നയിക്കും. ദിവ്യാനീശ്വര മുമ്പിൽ നമുക്കൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, തിരുവചനങ്ങളിലൂടെ, രോഗസൗഖ്യത്തിൻ്റെ ഈ വചനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന രോഗശാന്തിയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ശാരീരികമായ അസ്വസ്ഥതയിലൂടെ കടന്നു പോകുകയാണ് ഞങ്ങൾ, മാനസികമായ ബുദ്ധിമുട്ട് കടന്നു പോകുന്നവരാണ് ഞങ്ങൾ, ആത്മീയമായ ബന്ധനങ്ങളിൽ കടന്നു പോകുന്നവരാണ് ഞങ്ങൾ. അങ്ങ് തിരുവചനത്തിലൂടെ ഇവയ്ക്കെല്ലാത്തിനും തന്നെ ഉത്തരം നൽകുന്നുണ്ട്. നിന്റെ ജീവിതത്തിൻ്റെ ഏതൊരു അസ്വസ്ഥതയ്ക്കും, രോഗത്തിനും, ബുദ്ധിമുട്ടുകൾക്കും, ബന്ധനത്തിനും മരുന്ന് എന്ന് പറയുന്നത് വചനം മാത്രമാണ്. പ്രിയ നിറഞ്ഞവരെ, വചനമായ ഈശോയെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങണമേ. ഞങ്ങളുടെ സന്ധി ബന്ധങ്ങളിലും, മജ്ജയിലും, ആത്മാവിലും, ചേതനയിലും തുളച്ചു കയറി എല്ലാ തരത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങളെയും, പൈശാചിക ബന്ധനങ്ങളെയും, രോഗത്തിൻ്റെ എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളെയും, ആത്മീയമായിട്ടുള്ള ബന്ധനങ്ങളെയും, മനസ്സിലുള്ള അസമാധാനത്തെയും, അസ്വസ്ഥതകളെയും, ടെൻഷൻസിനെയും എല്ലാം പരിപൂർണമായി അങ്ങ് നിർവീര്യമാക്കണമേ. എല്ലാ രോഗങ്ങളും ഞാൻ തുടച്ചു മാറ്റും, നീക്കിക്കളയുമെന്ന വചനത്തിൻ്റെ അഭിഷേക ശക്തി ഈ നിമിഷം ഞങ്ങളിൽ ഓരോരുത്തരും വന്ന് നിറയട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തോത്രം, ഈശോയെ മഹത്വം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളിൽ നിന്ന് എല്ലാ രോഗങ്ങളും എടുത്തു കളയുമെന്ന വചനത്തിൻ്റെ അഭിഷേക ശക്തി ഈ നിമിഷം ഈ ആരാധന പങ്കെടുക്കുന്ന ഓരോ മക്കളിലേക്ക് കടന്നു വരട്ടെ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. തീജ്വാല പോലെ കത്തുമീ കൂട്ടായ്മ, തീജ്വാല പോലെ കത്തുമീ കൂട്ടായ്മ, ആത്മാവിൻ നിറവിൽ നയിക്കുമീ കൂട്ടായ്മ, ആത്മാവിൻ നിറവിൽ നയിക്കുമീ കൂട്ടായ്മ. ശക്തമാം വിടുതലിൻ യേശുവിൻ കൂട്ടായ്മ,
ശക്തമാം വിടുതലിൽ യേശുവിൻ കൂട്ടായ്മ ബലഹീനരെ ചേർത്തിടും കൂട്ടായ്മ ബലഹീനരെ ചേർത്തിടും കൂട്ടായ്മ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന്